അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ ഹിജ്റിലെ ആശയങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണമാണ് ഇന്ന് നൽകുന്നത്. വിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹിജ്ർ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. 99 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഹിജ്ർ ഒരു രാജ്യത്തിൻ്റെ പേരാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ രാജ്യമാണ് ഹിജ്ർ. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ സമുദായത്തിന് നൽകിയ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അസ്ഹാബുൽ ഹിജ്ർ, ഹിജ്റിലെ ആളുകൾ എന്ന് പരാമർശമുള്ളത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഹിജ്ർ എന്ന പേര് വരാൻ കാരണം. നിഷേധികൾ, അവിശ്വാസികളായ ആളുകൾ ഞങ്ങൾ വിശ്വാസികളായിരുന്നെങ്കിൽ, മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. മരണവേളയിലും ഖിയാമത്ത് നാളിലും വിചാരണ സന്ദർഭത്തിലുമൊക്കെയാണ് അവിശ്വാസികൾക്ക് നേരിടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ എന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നത്. പക്ഷേ ആഗ്രഹം വെറും കേവലം ആഗ്രഹം മാത്രമായി പോവുകയാണ്. ദുനിയാവിൽ അവർ ആസ്വദിച്ച് അർമാദിച്ച് ജീവിക്കുകയായിരുന്നു. അവർ ആസ്വദിക്കട്ടെ, അള്ളാഹു സമയമാകുമ്പോൾ അവരെ പിടിച്ചുകൊള്ളുമെന്ന നിലക്ക് അവരെ കയറുവരി വിടുകയായിരുന്നു. ഓരോ സമൂഹത്തിൻ്റെയും നാശം എപ്പോഴാണ് ഉണ്ടാകേണ്ടത്, ഏത് രൂപത്തിലാണ് ഉണ്ടാകേണ്ടത് എന്ന് അള്ളാഹു കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ചിലരൊക്കെ പ്രവാചകന്മാർ ദൈവിക ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുമ്പോൾ എന്താണത് വരാത്തത് എന്ന് പരിഹാസപൂർവ്വം ചോദിക്കാറുണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ്, ഓരോ സമൂഹവും എപ്പോൾ നശിക്കണം, എങ്ങനെ നശിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചത് ആ സമയമാകുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വാസികൾ ഭ്രാന്തനായി ചിത്രീകരിക്കുകയും ഭ്രാന്തൻ എന്ന് വിളിച്ച് പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, നീ പ്രവാചകനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു തെളിവായിട്ട് മലക്കുകളെ കൊണ്ടുവരാത്തത്? അള്ളാഹു അവർക്ക് നൽകുന്ന മറുപടി, മലക്കുകളെ തക്കതായ കാരണങ്ങളുള്ള സമയത്ത് മാത്രമേ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുകയുള്ളൂ. പല സമൂഹങ്ങളുടെയും ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ ഓരോരുത്തരും മലക്കുകൾ എന്താണ് വരാത്തത്, മലക്കുകളെ കൊണ്ടുവരൂ എന്ന് പറയുമ്പോഴൊക്കെ അള്ളാഹു അവർക്ക് മുന്നിലേക്ക് മലക്കുകളെ അവതരിപ്പിച്ച് കൊടുക്കാറില്ല, ഇറക്കി കൊടുക്കാറില്ല. തക്കതായ കാരണങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായും അവൻ മലക്കുകളെ പറഞ്ഞയക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനെ പരിഹസിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടുമുള്ള അവിശ്വാസികളുടെ ജൽപ്പനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു മറുപടി ഈ അധ്യായത്തിലുണ്ട്. അത് ഈ വിശുദ്ധ ഖുർആൻ ഞാൻ എൻ്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ്, ഞാൻ അതിനെ സംരക്ഷിക്കുന്നതുമാണ്. എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അതേ രൂപത്തിൽ ലോകാവസാനം വരെ നിലനിൽക്കും. അത് നിലനിൽക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഒരു ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെ നശിപ്പിക്കാനോ അതിലെ മാറ്റത്തിരുത്തലുകൾ വരുത്താനോ ലോകത്ത് ഒരാൾക്കും സാധിക്കുകയില്ല. കാരണം അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. മലക്കുകളെ എന്താണ് കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ച അവിശ്വാസികളെ കുറിച്ച് ഒന്നുകൂടി അള്ളാഹു പറയുകയാണ്, മലക്കുകളെ ഇറങ്ങിയാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. മലക്കുകൾ ഇറങ്ങിയാലും അള്ളാഹു പറയുന്നതിന് ആകാശത്തേക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് അവർ ആ വാതിലൂടെ കയറി ആകാശത്ത് പോയി തിരിച്ചു വന്നാലും അവർ വിശ്വസിക്കുകയില്ല. പകരം അവർ പറയും, ഞങ്ങളുടെ കണ്ണുകൾ കണ്ട കാഴ്ച കണ്ണുകൾക്ക് മങ്ങലേറ്റത് കൊണ്ട് കാഴ്ചകൾ മാറിപ്പോയതാണ് എന്ന നിലക്ക് അതിനെ കണ്ണുകൊണ്ട് കണ്ട വാർത്തകളെ പോലും അവർ നിഷേധിക്കും. പിന്നെ അല്ലേ മലക്കുകൾ വന്നിട്ട് എന്ന രൂപത്തിൽ അള്ളാഹു ചോദിക്കുന്നു. ആകാശങ്ങളും ആ ആകാശങ്ങളിലെ ഗ്രഹങ്ങളും ഭൂമിയിലെ പർവ്വതങ്ങളും ഇവിടുത്തെ സസ്യജാലങ്ങളും കൃഷികളുമൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമായിട്ട് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും
അള്ളാഹു കൃത്യമായ ചില കണക്കുകളും തൂക്കങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഓരോന്നും എപ്പോൾ എവിടെ എങ്ങനെ നൽകണമെന്ന് അള്ളാഹുവിന് അറിയാം. ആ തോതനുസരിച്ച് മാത്രമേ അള്ളാഹു അവയെ ഇറക്കുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മനുഷ്യർ ചിലതൊക്കെ കണ്ടുപിടിക്കുകയും ചിലത് കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്യുന്നു. ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ മനുഷ്യർക്ക് അഹങ്കാരം മൂത്ത് ഞങ്ങളാണെല്ലാം എന്ന് തോന്നലുണ്ടാകാറുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ കണ്ടെത്തിയതും നിങ്ങൾ കാണാൻ ബാക്കിയുള്ളതുമൊക്കെ ഓരോ സമയത്ത് എങ്ങനെ എപ്പോൾ ഉണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചതനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യരെ അള്ളാഹു കളിമണ്ണിൽ നിന്നും ജിന്ന് വർഗത്തെ തീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് അദ്ദേഹത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് പറയുന്നുണ്ട്, ഞാൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായ ആദ്യ മനുഷ്യനായ ആദം അലൈഹി സ്വലാമയുടെ സൃഷ്ടിപ്പ് പൂർത്തിയായ ശേഷം അള്ളാഹു മലക്കുകളോട് പറയുന്നുണ്ട്, ഈ മനുഷ്യനെ നിങ്ങൾ സുജൂദ് ചെയ്യുക. മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം ശീലമുള്ളവരായതുകൊണ്ട് അവർ സുജൂദ് ചെയ്യുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ആ കൽപ്പന ബാധകമായിരുന്ന അവരുടെ കൂടെ ഉപരിലോകത്തുണ്ടായിരുന്ന ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ, മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യന് സുജൂദ് ചെയ്യുകയോ ഞാൻ ചെയ്യുകയില്ല എന്ന് ധിക്കാരപൂർവ്വം പറയുന്നു. അള്ളാഹു ഇബ്ലീസിനെ ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ പറഞ്ഞയക്കുന്ന സമയത്ത് തൻ്റെ ഈ ഇറങ്ങിപ്പോക്കിന് കാരണമാകുന്നത് മനുഷ്യനാണല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തെ ആകമാനം ശത്രുവായി കാണാൻ ഇബ്ലീസ് തയ്യാറാവുകയാണ്. ഇബ്ലീസ് അള്ളാഹുവിനോട് സാവകാശം ചോദിക്കുന്നു, പുനരുത്ഥാന നാൾ വരെ നീ എനിക്ക് സാവകാശം നൽകണമേ. അള്ളാഹു ഇബ്ലീസിന്റെ ആ ചോദ്യം അതിന് പോസിറ്റീവായി ഉത്തരം നൽകുകയാണ്. അതെ, നിനക്ക് സാവകാശം നൽകിയിരിക്കുന്നു. തുടർന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് ഒരു വെല്ലുവിളി നടത്തുകയാണ്, നിന്റെ അടിമകളിൽ മിക്ക ആളുകളെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും, സച്ചരിതരായ ഏതാനും ആളുകൾ ഒഴികെ. അള്ളാഹു അതിന്, എൻ്റെ സച്ചരിതരായ ആളുകളുടെ മേൽ നിനക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല, നിന്റെ ഇംഗിതത്തിന് നിന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന കുറച്ചാളുകൾ നിന്നെ പിൻപറ്റാറുണ്ടാകും, അവർക്കും നിനക്കും നാം വേദനയേറിയ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇബ്ലീസിന് താക്കീത് നൽകിയാണ്. ഇബ്ലീസിനെ പിൻപറ്റിയ ആളുകൾക്ക് നരകമുണ്ടെന്ന് പറയുമ്പോൾ ഇബ്ലീസിന്റെ കെണിയിൽപ്പെടാതെ വിശ്വാസികളായി മുത്തക്കികളായി ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗീയ ആരാമങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ കാരുണ അതിവിശാലമാണ്. പക്ഷെ അത്ര കാരുണ്യവാനായ സമയത്തും അള്ളാഹു പറയുന്നുണ്ട്, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷ നടപ്പാക്കുന്നില്ല അള്ളാഹു ഒട്ടും വൈമനസ്യം കാണിക്കുകയില്ല. ആ ശിക്ഷ ആകട്ടെ അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്നുകൂടി അള്ളാഹു താക്കീത് നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അടുത്തേക്ക് മലക്കുകൾ വന്ന ഒരു സംഭവം, ചരിത്ര സംഭവം ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അടുത്ത് മലക്കുകൾ വന്നപ്പോൾ, മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല മലക്കുകളാണെന്ന്. അദ്ദേഹം അവർക്ക് ആഹാരം നൽകുകയാണ്. ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയം തോന്നുന്നു. ആ ഭയപ്പാട് അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ മലക്കുകൾ ഭയപ്പെടേണ്ടതില്ലെന്നും ഞങ്ങൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ, ഒരു മകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നു. തുടർന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മലക്കുകളുമായി സംസാരിക്കുകയാണ്, സംവദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? ഞങ്ങൾ ലൂത്ത് അലൈഹി സ്വലാമയുടെ സമൂഹത്തിലേക്ക് നിയുക്തരാക്കപ്പെട്ടവരാണെന്ന് മലക്കുകൾ പറയുന്നു. ലൂത്ത് അലൈഹി സ്വലാമയുടെ സമൂഹത്തിൽ അദ്ദേഹം ചെന്നപ്പോൾ, അവിടെയും മലക്കുകൾ ചെന്നപ്പോൾ മനുഷ്യരൂപത്തിലാണ് അവർ ചെല്ലുന്നത്. ലൂത്ത് അലൈഹി സ്വലാമയുടെ സമൂഹം സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ തങ്ങളുടെ കാമാസക്തി തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നീച്ച വൃത്തികൾ ചെയ്ത ആളുകളായിരുന്നു. ഈ മലക്കുകൾ വന്നപ്പോൾ അവർ മനുഷ്യരാണെന്ന് കരുതി അവരെ കയ്യേറ്റം ചെയ്യാനും അവരെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ അവർ ലൂത്ത് അലൈഹി സ്വലാമയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ലൂത്ത് അലൈഹി സ്വലാം അവരോട് അപേക്ഷിക്കുന്നുണ്ട്, എൻ്റെ പെൺമക്കളുണ്ട്, നിങ്ങൾ അവർ വിവാഹം കഴിച്ചോളൂ, പക്ഷെ എൻ്റെ അതിഥികളെ അപമാനിക്കരുത്. അവർ പറയുന്നു, ഞങ്ങൾ നിന്നെ വിലക്കിയതാണ്, പുറത്തുള്ള ഒരാളും ഇവിടെ വന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾ, നിന്നെ പിന്തുണക്കുന്ന ആളുകൾ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, നീ അത് കേട്ടില്ല എന്ന് പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മലക്കൾ പറയുന്നു, ലൂത്ത് അലൈഹി സ്വലാമയോട് ഭയപ്പെടേണ്ട, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്, മലക്കുകളാണ്. എന്നിട്ട് അവരെ പറഞ്ഞയച്ചത് അവരുടെ മേൽ ശിക്ഷ നടപ്പാക്കാനായിരുന്നു. ആ ശിക്ഷ അവർ നടപ്പാക്കുന്നു. അവർ താമസിക്കുന്ന ആ പ്രദേശം കീഴ്മേൽ മറിച്ചുകൊണ്ടും ആകാശത്തുനിന്ന് ചരൽ മഴ പെയ്യിപ്പിച്ചുകൊണ്ടാണ് ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നത്. ലൂത്ത് അലൈഹി സ്വലാമയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും മാത്രം അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് ഈ വചനത്തിൽ അസ്ഹാബുൽ ഐക്കത്ത് ഷുഐബ് നബി അലൈഹി സ്വലാമയുടെ സമൂഹത്തെക്കുറിച്ചും
സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ സമൂഹമായ ഹിജ്ർ നിവാസികളെക്കുറിച്ചും അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കിയതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങോട്ട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കണമെന്നും നിന്റെ ശത്രുക്കളെ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുത്ത് ശിക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും അള്ളാഹു ഉറപ്പ് നൽകുന്നു. ഈ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കേണ്ടതെന്നും അവസാനം വരെ ഉറപ്പായ മരണം വരുന്നത് വരെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ തക്ബീർ ചൊല്ലിക്കൊണ്ടും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടും അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചുകൊണ്ടും കാലം കഴിച്ചു കൂട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.